സാമൂഹിക അസമത്വങ്ങളും പിടിമുറുക്കിയ വർത്തമാന ക്യാമ്പസ് ജീവിതത്തിനുള്ള ആത്യന്തിക പരിഹാരം. ആധുനിക വിദ്യാർത്ഥി സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പ്രശ്നങ്ങളുടെ പരിഹാര ശ്രമങ്ങളിലേക്കെത്തുമ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നുവരേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമുക്കു ചുറ്റും താളപ്പൊരുത്തത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള ആസൂത്രണം ആരുടേതാണ്? ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ലക്ഷണമൊത്ത ഒന്നിൽ നിന്ന് നമുക്ക് രൂപവും ഭാവവും നൽകിയത് ആരാണ്? മനുഷ്യനാവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും ഭൂമിയിൽ വ്യാപിപ്പിച്ചതിനു പിന്നിൽ ആരുടെ കരങ്ങൾ? തേനീച്ചയുടെയും ബീവറിന്റെയും കരവിരുതുകൾക്കു പിന്നിൽ ആരുടെ സർഗശക്തിയാണുള്ളത്? ദേശാടനം നടത്തുന്ന പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും വഴികാട്ടുന്നത് ആര്? ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് നിദാനമായ ചരിവ് സൃഷ്ടിച്ചതും സൂര്യനെയും ഗ്രഹങ്ങളെയും പ്രത്യേകമായ ദൂരത്തിൽ സംവിധാനിച്ച ശക്തിയേത്? ഒരു തുള്ളി വെള്ളമോ ഒരു മൊട്ടു സൂചി പോലുമോ തനിയെ ഉണ്ടാവില്ലെന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ അതീവ സങ്കീർണമായ ഈ ലോകക്രമത്തിന്റെ പിന്നിൽ ശക്തനും അജയ്യനുമായ ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യം എങ്ങനെ നാം ദർശിക്കാതിരിക്കും? إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തിനു മാർഗദർശനമായി ദൈവം അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം. കുറ്റമറ്റതും പ്രായോഗികവുമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ദർശനം. ചരിത്രത്തിൽ ഭൗതിക ദർശനങ്ങൾ പരാജയപ്പെട്ടത് അവയുടെ അപ്രായോഗികത കൊണ്ടായിരുന്നില്ലേ? ഇവിടെയാണ് അന്ധകാരത്തിലും സർവത്ര അജ്ഞതയിലും കഴിഞ്ഞിരുന്ന സമൂഹത്തെ സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഉജ്ജ്വല പാഠങ്ങളിലേക്ക് കൊണ്ടുവന്ന ഖുർആനിക വചനങ്ങൾ പ്രസക്തമാകുന്നത്. മനുഷ്യന്റെ സമ്പൂർണ്ണ വിപുലീകരണത്തിന് വ്യക്തി, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമഗ്രമായ പരിശുദ്ധിയാണ് ആവശ്യമെന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. തീർച്ചയായും അതിനെ പരിശുദ്ധിപ്പെടുത്തിയവർ വിജയിച്ചു, അതിനെ കളങ്കപ്പെടുത്തിയവർ നിർഭാഗ്യമടയുകയും ചെയ്തു. കൃത്യവും കളങ്കരഹിതവും ദൃഢവുമായ ദൈവവിശ്വാസമാണ് വിമോചനത്തിന്റെ ആധാരമെന്ന് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. ഭൗതികവാദം നിരർത്ഥകവും ബഹുദൈവത്വം നന്ദികേടും അന്ധവിശ്വാസം അബദ്ധജടിലവുമാണെന്നും ഏകനും അമരനുമായ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ ശാശ്വത മോക്ഷം കൈവരിക്കാനാവൂ എന്നും ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. സദാചാരരംഗത്ത് സമൂഹത്തിന്റെ താളാത്മകത നഷ്ടപ്പെടാതിരിക്കാൻ ഇസ്ലാമിക നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങുക മാത്രമാണ് വഴി. വ്യഭിചാരം ഹീനവും പാപവുമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഈ അധർമ്മത്തിലേക്കുള്ള മുഴുവൻ വാതിലുകളും കൊട്ടിയടച്ചു. ولا تقربوا الزنا إنه كان فاحشة وساء سبيلا. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. നിശ്ചയം അത് നീചവൃത്തിയും മോശമായ മാർഗവുമാണ്. പ്രവാചകൻ പറഞ്ഞു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, മനസ്സ് മോഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. പുരുഷനോടും സ്ത്രീയോടും കണ്ണുകൾ താഴ്ത്താനും മരണാനന്തര ലോകത്തെ സ്വർഗീയ ജീവിതം മുൻനിർത്തി വൈകൃതങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പഠിപ്പിക്കുന്നു. അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാകരുത് എന്ന നിഷ്കർഷയിലൂടെ അധാർമികതകൾക്കുള്ള മുഴുവൻ സാഹചര്യവും ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സ്ത്രീ നഗ്നത മറച്ച്
അവളുടെ ചാരിത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണമെന്നും മതം നിർദ്ദേശിക്കുന്നു. പ്രേമവും സ്നേഹവും വിവാഹത്തിന് ശേഷം മാത്രമെന്ന് നിർദ്ദേശിക്കുന്ന മതത്തിന്റെ അനുയായികൾക്കെങ്ങനെ ലവ് ജിഹാദിലേക്കെത്താൻ കഴിയും? മാധ്യമങ്ങളും സൈബർ ലോകവും സൃഷ്ടിക്കുന്ന അധർമ്മങ്ങൾക്കെതിരെ പ്രതിരോധക്കോട്ട തീർക്കാൻ മതത്തിന് മാത്രമല്ലേ കഴിയൂ? ലഹരി നിഷിദ്ധവും പാപവുമാണെന്നും മനുഷ്യന് അതൊരിക്കലും നന്മ നൽകുന്നില്ലെന്നും മതം പഠിപ്പിക്കുന്നു. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. പിശാചുദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അല്ലാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? മരണത്തോടെ അവസാനിക്കൂല. ഇവിടെ വെച്ച എല്ലാ അനുഗ്രഹങ്ങളും സ്വാധീനങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിൻ്റെതാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നവൻ അവന്റെ ഇഷ്ടവും അനിഷ്ടവും അറിഞ്ഞ് ജീവിക്കണം, അവന്റെ നിയമങ്ങൾ പാലിക്കണം. മദ്യപിക്കുന്ന ഒരുത്തൻ ദൈവത്തിന്റെ തൃപ്തിയില്ലാത്തവനാണ്, അവൻ പിശാചിന്റെ വഴിയിലാണ്, അവൻ നരകത്തിലാണ്. അവൻ ഒരു കാലത്തും പരലോകത്തെ ശാശ്വതമായ സ്വർഗ വിജയം സാധിക്കാത്ത 5 ആളുകളിൽ ഒരാൾ മുദ്മിനുൽ ഖംറാണ്, മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ മദ്യപാനത്തിന്റെ സമ്പൂർണമായ മോചനം വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലേ പറ്റൂ. പ്രവാചകൻ പറഞ്ഞു, ലഹരിയുണ്ടാക്കുന്നതെല്ലാം മദ്യമാണ്. മദ്യം നിഷിദ്ധവും. കൂടിയ അളവിൽ ലഹരിയുണ്ടാക്കുന്നതെല്ലാം കുറഞ്ഞ അളവിലും നിഷിദ്ധമാണ്. മദ്യം ഒരു ഔൺസ് വെച്ച് ദിവസം കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുപോലും പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരിക്കലും ആരോഗ്യത്തിന് വേണ്ടി ഒരു തുള്ളി മദ്യം പോലും കഴിക്കാൻ ഒരാളോട് നമ്മൾ പറയാൻ പാടില്ല. സാമ്പത്തിക രംഗത്ത് നീതിപൂർവകവും പ്രായോഗികവുമായ പരിഹാരമാണ് മതം നൽകുന്നത്. പലിശ നിഷിദ്ധവും ദാനധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണെന്നും ഇസ്ലാം വരച്ചുകാട്ടുന്നു. പ്രവാചകൻ പറഞ്ഞു, പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അതിന്റെ കണക്കെഴുതുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഉപകരണ സംഗീതം മനുഷ്യനെ മത്തുപിടിപ്പിക്കുമെന്നും തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂവെന്നും പിശാചിന്റെ ശബ്ദം ഉപേക്ഷിക്കണമെന്നും ഇസ്ലാം തുറന്നു പറയുന്നു. മനുഷ്യന്റെ മനസ്സും ഹൃദയവും